കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം ആണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി 15ഉം 16ഉം അധ്യായങ്ങൾ ഒന്നിച്ച് പോകുന്ന അധ്യായങ്ങളാണ്. 15-ാം അധ്യായം 16-ാം അധ്യായത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണെന്ന് പ്രത്യേകം ഓർക്കുകയുണ്ടായി. നമുക്ക് 15-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ ചിലത് വായിച്ചിട്ട് 16-ാം അധ്യായം കൂടെ ശ്രദ്ധിപ്പാനായിട്ട് നോക്കാം. അതിന്റെ ശേഷം 5-ാം വാക്യം 15-ന്റെ 5, അതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച മാറത്ത് പൊൻകറ്റ കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയത്തിൽ പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, സഭ മാറ്റപ്പെട്ട ശേഷം ഈ ലോകത്തിൽ നടക്കുന്ന ഭയങ്കരമായ പീഡയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ വന്ന സന്ദർഭം ഈ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവക്രോധം കൊടുക്കുന്ന സന്ദർഭമാണ്. 1-ാം വാക്യത്തിൽ നമ്മൾ ഓർത്തു, ദൈവക്രോധം 7 ദൂതന്മാർക്ക് കൊടുക്കുവാനായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് കണ്ടു. സ്വർഗത്തിലൊരു വലിയ അടയാളം, അത്ഭുതകരമായ മറ്റൊരടയാളം എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഇതുവരെ കണ്ടതും ഇതുവരെ കേട്ടതുമായ കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഗൗരവപൂർണമായതുകൊണ്ട് യോഹന്നാൻ അവിടെ പറയുകയുണ്ടായി, അത്ഭുതകരമായ ഒരു കാര്യമാണെന്ന് ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ ദൈവക്രോധം ഭൂമിയിൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞിട്ട് ആ ദൈവാലയത്തിൽ ആർക്കും കടപ്പാൻ കഴിഞ്ഞില്ല. അതുവരെയും ദൈവാലയത്തിൽ പ്രാർത്ഥനകൾ കേൾക്കുന്നു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ക്രോധം കലശം നിറഞ്ഞു കഴിഞ്ഞ് ഭൂമിയിൽ ഒഴിക്കുവാൻ പോകുന്നതിന് മുമ്പ് പിന്നീട് ദേവാലയത്തിൽ ആർക്കും കടക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അത്ര ഭയാനകമായ, മനുഷ്യന്റെ കരച്ചിലിനോ മനുഷ്യന്റെ കണ്ണുനീരിനോ കരുണ കാണിക്കാത്ത ഒരു ദൈവം ആ ന്യായവിധിക്കായി ഒരുങ്ങുന്നത് നമ്മളിവിടെ കാണുകയാണ്. ദൈവം ദയാലുവാണ്, ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. എന്നാൽ ആ ദൈവത്തിന്റെ ആ ക്ഷമ ഒരു അതിര് വിട്ട് കടക്കുമ്പോൾ നമ്മൾ നേരത്തെ ഓർത്ത പോലെ കോപവും ക്രോധവും ചരുതിച്ചു വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം അവസാനം പൊട്ടിയൊഴുകുന്ന ഒരു ദിവസത്തിൽ ഇവിടെ നമ്മൾ വായിച്ചു, ദേവാലയത്തിൽ ആർക്കും കടപ്പാൻ കഴിയുന്നില്ല, ആരുടെയും മധ്യസ്ഥയോ പ്രാർത്ഥനയോ ദൈവം കേൾക്കുന്നില്ല. ഇനി നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീനെന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാർ. 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിച്ചവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഗുണമുണ്ടായി. 16-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തെ നമ്മൾ കാണുന്നു, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിക്കുവിൻ. സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നെ അനുവാദം കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കാണാം. ക്രോധകലശം ഒഴിക്കുവാനായിട്ട് പറയുമ്പോൾ പൊൻകലശം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചിരിക്കുന്നതായിട്ട് കാണുകയാണ്. ആ പൊൻകലശത്തിൽ നിറഞ്ഞിരിക്കുന്നത് നമ്മളോട് വായിക്കുന്നു വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപം, ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിച്ച വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപമായി ആ ധൂപകലശത്തിൽ നിറഞ്ഞിരിക്കും. ഇപ്പൊ നമ്മൾ വായിക്കുന്നത് ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയാണ് ദൈവം. പീഡന കാലഘട്ടത്തിൽ അനേകർ ദൈവത്തോട് കരഞ്ഞു, വലിയൊരു സമൂഹം കൊല്ലപ്പെട്ടു, അന്ത്യക്രിസ്തുവോടെ അവർ കടന്നുപോയി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു റിട്രിബ്യൂഷൻ ജഡ്ജ്മെന്റ്. ഈ പ്രാർത്ഥന വാസ്തവത്തിൽ ദൈവം മറുപടി കൊടുക്കുമ്പോൾ ആ ക്രോധ കലശങ്ങൾ നിറഞ്ഞിട്ട് ദൈവം വാസ്തവത്തിൽ ഭൂമിയുടെ മേൽ അത് ഒഴിക്കുവാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. നിങ്ങൾ പോയി ഒഴിക്കുവിൻ എന്ന് പറയുകയാണ്. പ്രാർത്ഥന കേട്ടിട്ട് ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണും. 1-ാമത്തവൻ പോയി ഒഴിച്ചപ്പോൾ 2-ാം വാക്യത്തിൽ നമ്മൾ വന്നു. അത് രസകരമായ ഒരു പ്രയോഗമാണ്. തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രമേയെ നമസ്കരിച്ചിരിക്കുന്നതുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഗുണമുണ്ടായി. നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കിയേ, ഭൂമിയില് അന്ത്യക്രിസ്തുവിന്റെ മുദ്രയേറ്റവരുമുണ്ട്, മുദ്ര ഏൽക്കാത്തവരുമുണ്ട്. വ്യക്തമായിട്ട് രേഖപ്പെടുത്തി ദൈവം 1-ാമത്തെ കലശം ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ അന്ത്യക്രിസ്തുവിന്റെ മുദ്രയുള്ളവർക്കും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ മനുഷ്യർക്കാണ് ദുർഗുണമുണ്ടായത്, മറ്റുള്ളവർക്ക് അത് ഉണ്ടായില്ല. ആഗോളമായി അത് സംഭവിക്കുന്നു. ആരെല്ലാം ഭൂമിയിൽ അന്ത്യക്രിസ്തുവിന്റെ മുദ്രയേറ്റിട്ടുണ്ടോ അവർക്കൊക്കെ വ്രണമുണ്ടാകുകയാണ്. ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കാലത്തില് മോശയുടെ കാലത്തിലും ഒരു സംഭവം കാണുന്നുണ്ട്. പുറപ്പാട് ദിവസം 9-ാം അധ്യായം എടുത്ത് അന്നും ഒരു കൂട്ടം ആളുകളുടെ മേൽ അത് വരാതിരുന്നപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ മേല് ഇതുപോലെ പരുക്കൾ വരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 9-ന്റെ 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളില് യഹോവ മോശയോട് അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈനിറച്ച് വരുവീൻ,
മോശെ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തിലേക്ക് വിതറട്ടെ, അത് മിസ്രൈം ദേശത്ത് എല്ലായിടത്തും ധൂളിയായി പാറി മിസ്രൈം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗത്തിന് മേലും പുണ്ണായി പൊങ്ങുവാൻ പരുവാകുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുമ്പിൽ നിന്നു. മോശെ അത് ആകാശത്തിലേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി. പരുനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. പരുമന്ത്രവാദികൾക്കെല്ലാം ഇസ്രായേല്യർക്കും ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ അടുപ്പിലെ ചാരം വാരി എറിഞ്ഞപ്പോൾ മിസ്രൈമിലെ മന്ത്രവാദികൾക്കും വ്രണം ഉണ്ടായപ്പോൾ അവിടെ പാർത്ത ഇസ്രായേൽ മക്കൾക്ക് ആ വ്രണം ഉണ്ടായില്ല. കാലം അതിന്റെ അന്ത്യത്തിൽ വന്നു. ഇവിടെയും അന്തിക്രിസ്തുവിനെ വണങ്ങുകയും നമസ്കരിക്കുകയും മുദ്രയേൽക്കുകയും ചെയ്ത മനുഷ്യർക്ക് വല്ലാത്ത ദുർഗുണമുണ്ടായപ്പോൾ അവിടെ മൃഗത്തെ നമസ്കരിക്കാത്ത മുദ്രയേൽക്കാത്തവർക്ക് അവർക്ക് ഈ ദുർഗുണം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. മിസ്രൈമിലും ഇസ്രായേൽ മക്കൾ സുരക്ഷിതമായിരുന്നപ്പോൾ ആ മിസ്രൈമ്യർക്ക് ദുർഗുണം ബാധിച്ച പോലെ ദൈവത്തിന്റെ പ്രത്യേക ന്യായവിധി ആ വിധത്തിൽ അവിടെ കൊടുക്കുന്നതായിട്ട് നാം വായിക്കുകയാണ്. രണ്ടാമത്തെ തന്റെ കലശം ഒഴിക്കുന്നു. 3-ാം വാക്യം, രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. മാനുഷികമായി ചിന്തിപ്പാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ 8-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തില് നമ്മൾ വായിക്കുകയുണ്ടായി. നേരത്തെ സമുദ്രം 1/3 രക്തതുല്യമായി മാറിയെന്ന് വായിച്ചു. അവിടെയുള്ള ജീവികൾ 1/3 ചത്തുപോകുന്നു, 1/3 സമുദ്രം രക്തമായി മാറുന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സമുദ്രം മുഴുവൻ രക്തതുല്യമായി, നീലാകാശത്തിന്റെ പ്രതിബിംബമായി നീലിച്ച സമുദ്രം കണ്ണിനിമ്പമാണ്. വളരെ കവികൾ അത് കണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ക്രോധം ഒഴിക്കുന്ന ദിവസം സമുദ്രത്തിലെ ജീവികളൊക്കെ ചത്തിട്ട് ഈ ഭൂമിയിലെ സമുദ്രം മുഴുവൻ രക്തമായി മാറുകയാണ്, രക്തതുല്യമായി മാറുകയാണ്. നമുക്കതിന്റെ ഭയാനകത്വം ചിന്തിക്കാം. കാഴ്ചയ്ക്ക് പോലും അത് ഭയം ജനിപ്പിക്കുന്നതായിരിക്കും. പല ചിന്തകൾ ദൈവദാസന്മാരുടെ മധ്യത്തിലുണ്ട്. ഈ ഭാഗമാകുമ്പോഴത്തേക്ക് യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് അല്പം മുമ്പാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചു. ക്രോധ കലശങ്ങളാണ്, വിസ്താരമായ പാത്രങ്ങളാണ്. ഒരു കൂജ പോലെ ഒതുങ്ങിയ പാത്രമല്ല, വയൽസ് അല്ലെങ്കിൽ ബൗൾസാണ്. ഒന്നിന്റെ പുറകെ ഒന്ന് ഒഴിച്ചു തീർക്കുവാനായിട്ട് എളുപ്പമാണ്. ദൈവം അങ്ങനെ പെട്ടെന്ന് തന്റെ ക്രോധം ഒഴിക്കുന്നതിന്റെ കാരണം യേശുക്രിസ്തു മത്തായി 24 ഓർപ്പിച്ച പോലെ ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടില്ലേ. ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ ക്രോധവാനായി ശിക്ഷ നടത്തുമ്പോൾ ആ കാലഘട്ടം താൻ തെരഞ്ഞെടുത്തവർ നിമിത്തം വളരെ ചുരുക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കില്ല. പലർക്കും പല അഭിപ്രായങ്ങൾ പറയാനുണ്ട്. സമുദ്രത്തിന്റെ അടിയിലൊക്കെ ഈ ന്യൂക്ലിയർ വേസ്റ്റ് ഒക്കെ വലിയ ഡ്രമ്മിനകത്താക്കി സീൽ ചെയ്ത് സമുദ്രത്തിന്റെ അടിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ മിസൈലുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് രാഷ്ട്രങ്ങളുടെ മിസൈലുകൾ ഏറി പങ്കും സമുദ്രത്തിലോട്ട് വാസ്തവത്തിൽ പോയിന്റ് ചെയ്തിരിക്കുകയാണ്. കപ്പലുകൾ നീങ്ങുന്നതനുസരിച്ച് രാഷ്ട്രങ്ങളുടെ മിസൈലുകളും അതിന്റെ ദിശകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഈ അർമഗദോൻ യുദ്ധം ആരംഭിക്കുന്ന ഈ സമയത്ത് ഈ ന്യൂക്ലിയർ മിസൈലുകളും ഒക്കെ ബ്ലാസ്റ്റ് ചെയ്ത് ദൈവം ഭൂമിയെയും സമുദ്രത്തെയും ഇളക്കിമറിക്കുന്ന സന്ദർഭത്തിൽ ഈ ന്യൂക്ലിയർ കണ്ടാമിനേഷനും ഈ യുദ്ധങ്ങളും ഒക്കെ ആയിട്ട് ഈ സമുദ്രത്തിലെ ജീവികളൊക്കെ ചത്തിട്ട് സമുദ്രം രക്തതുല്യമായി മാറുന്ന ഒരു സംഭവമായിരിക്കണം ഇതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. 4-7 വരെയുള്ള വാക്യം നോക്കാം. മൂന്നാമത്തവൻ തന്റെ കലശം നദികളിലും നീരുറകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവിടം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായവിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെ രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യന്മാർ തന്നെ. ഔണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ള എന്ന് പറയുന്നത് ഞാൻ കേട്ടു. വളരെ ചിന്തിപ്പാൻ ഉതകുന്ന ഒരു ഭാഗമാണ്. കുടിക്കുന്ന സകല ജലങ്ങളും നദികളും ഇതുപോലെ രക്തതുല്യമായി മാറുകയാണ്. 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് 1/3 രക്തമായി മാറിയത് മലിനപ്പെട്ടു പോയത് നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി. മിസ്രൈമിലും ഇതുപോലൊരു ന്യായവിധി നടന്നു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 17 തൊട്ടുള്ള വാക്യം നോക്കാം. എക്സോഡസ് ചാപ്റ്റർ 7, പുറപ്പാട് 7. മോശ മൂലം അവിടെയും ഈ ന്യായവിധി നടക്കുന്നത് കാണുന്നുണ്ട്. പുറപ്പാട് 7-ന്റെ 17 തൊട്ടുള്ള വാക്യം, ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. ഇതാ എന്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തെ അടിക്കും, അത് രക്തമായി തീരും. നദിയിലെ മത്സ്യം ചാകും, നദി നാറും, നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രൈമിക്ക് അറപ്പ് തോന്നും. യഹോവ പിന്നെ മോശയോട് നീ അഹരോനോട് പറയണെന്തെന്നാൽ, നിന്റെ വടി എടുത്തിട്ട് മിസ്രൈമിലെ വെള്ളത്തിന്മേൽ, അതിന് നദി, പുഴ, കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈ നീട്ടുക, അവ രക്തമായി തീരും. മിസ്രൈം ദേശത്ത് എല്ലാവരും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു. മിസ്രൈമിൽ കോരിവെച്ച വെള്ളം തുടങ്ങി സകല ജലാശയങ്ങളും
മോശയുടെ കരങ്ങളാൽ അത് രക്തമാക്കി തീർത്തു. മിസ്രൈമിലെ നദികളാണ് രക്തമാക്കിയത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഭൂമിയിലെ സകല നീരുറവകളും രക്തമായി മാറുകയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മനുഷ്യന് കുടിപ്പാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ. മനുഷ്യന് കുടിപ്പാൻ കഴിയുന്നില്ല, വെള്ളമില്ല, നീരുറവുകളെല്ലാം രക്തമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ഒരു പദം പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവിടെ ഈ ദൈവത്തിന്റെ ന്യായവിധി സത്യമാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്ന ശ്രദ്ധിച്ചാട്ടെ ആരാണെന്ന്. 5-ാം വാക്യം. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനും പരിശുദ്ധനുമായവേ, നീ ഇങ്ങനെ ന്യായവിധിച്ചുകൊണ്ട് നീതിവാൻ തന്നെ. ജലാധിപതിയായ ദൂതൻ. വചനത്തിൽ ശ്രദ്ധിച്ചപ്പോൾ നമ്മളത് കണ്ടു. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാറ്റിന്റെ മേൽ അധികാരമുള്ള ദൂതന്മാർ. ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തരുത് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ 4 കോണിലും കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാർ. 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചു തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ. 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലുണ്ട് തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ. ഇവിടെ 16-ന്റെ 5-ല് ജലാധിപതിയായ ദൂതൻ, ജലത്തിന് മേൽ അധികാരമുള്ള ദൂതൻ. കാറ്റ് ഊതാനും ഊതാതിരിപ്പാനും അധികാരമുള്ള ദൂതന്മാർ, തീയുടെ മേൽ അധികാരമുള്ള ദൂതന്മാർ. എബ്രായലേഖനം 11:34 ഒരു പദപ്രയോഗമുണ്ട്, തീയുടെ ബലം കെടുത്തി എന്ന് വായിക്കുന്നു. വിശുദ്ധന്മാരെ നമുക്ക് ശദ്രക് മേശക് അബേദ്നെഗോവിനെ പിടിച്ച് തീച്ചൂളയിലിട്ടപ്പോൾ തീയുടെ ബലം കെടുത്തി. അതാരാണ് ചെയ്തത്? തീയുടെ മേൽ അധികാരമുള്ള ദൂതന്മാർ. തന്റെ ദാസന്മാരെ സൂക്ഷിപ്പാൻ തീയുടെ ബലം കെടുത്തിയത് ആ ദൂതന്മാരാണ്. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ. ഈ ലോകത്തിൽ ആ വിധത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷയുണ്ട്. മാത്രമല്ല, ജലാശയം ദൈവത്തിന്റെ വലിയ കരുതലാണ്. കുടിക്കുവാനുള്ള വെള്ളം, ആ വെള്ളം മലിനപ്പെടാതെ മനുഷ്യനെ യോഗ്യമാക്കി സൂക്ഷിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ പ്രത്യേക കരുതലാണ്. ആ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലം വന്നു. ഈ ഭൂമിയെ മനുഷ്യൻ നശിപ്പിക്കുകയാണ്. ഈ ഭൂമിയെ പൈശാചികൻ നശിപ്പിക്കുകയാണ്. ഇത് മലിനമാക്കി സകലവിധമായ കണ്ടാമിനേഷൻ കൊണ്ട് ഇത് നശിപ്പിച്ചു കളയുമ്പോൾ മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നത് സർവശക്തനായ ദൈവമാണ്. അല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ നശിച്ചു പോകത്തക്കവണ്ണം ഈ ഭൂമി വാസയോഗ്യമല്ലാതാക്കി സാത്താൻ തീർത്തേനെ. അവൻ ഡിസ്ട്രക്റ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവനാണ്, എല്ലാം നശിപ്പിക്കുന്നവനാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ, ജലാധിപതിയായ ദൂതൻ, തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, വായുവിന്റെ മേൽ അധികാരമുള്ള ദൂതൻ, ഈ ദൂതന്മാരുടെ ശുശ്രൂഷ ദൈവത്തിന്റെ ജനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലും നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, ജലാധിപതിയായ ദൂതനെ കുറിച്ച് പറയുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് കള്ളപ്രവാചകൻ ആകാശത്തുനിന്ന് തീയിറക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു. അപ്പൊ പൈശാചികനും ഇത് ചെയ്യുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുമ്പോൾ ഏലിയാവ് യാഗപീഠം പണിപ്പോൾ ബാലിന്റെ പ്രവാചകന്മാരും ആ ചലറ്റെടുക്കുന്നത്. എന്നാൽ അവിടെ നടന്ന അത്ഭുതം, ഏലിയാവിന്റെ സാന്നിധ്യം ഈ ബാലിന്റെ പ്രവാചകന്മാർക്ക് തീയിറക്കുവാൻ കഴിഞ്ഞില്ല. ഏലിയാവിന്റെ സാന്നിധ്യം ബാലിന്റെ പ്രവാചകന്മാരെ വാസ്തവത്തിൽ തീയിറക്കാതെ വണ്ണം തീയെ കെടുത്തിക്കളഞ്ഞ. അവിടെ മാത്രമല്ല, ഏലിയാവ് വിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി വന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ദൈവദൂതന്മാരുടെയും ഈ പൈശാചികന്റെ ശക്തി, അവൻ ശക്തനാണ്, അതേസമയം തന്നെ ദൈവിക ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം. അത് കാണുവാനായിട്ട് എഫെസോസിലെ വിശുദ്ധന്മാരുടെ കണ്ണുകളെ ഒന്ന് തുറക്കണം എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സന്ധ്യയിൽ നമുക്ക് ഓർക്കാനായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം. ഞാനും നിങ്ങളും നശിച്ചു പോകാതെ, എന്റെ നിങ്ങളുടെ കുടുംബങ്ങൾ നശിച്ചു പോകാതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ പ്രത്യേക കരുതലാണ്. അല്ലായിരുന്നെങ്കിൽ പൈശാചികൻ എന്നേ നമ്മളെ ഒതുക്കിക്കളഞ്ഞനെ. ഈ ലോകം എത്രയോ നാശയോഗ്യമാക്കി അവൻ തീർത്തനെ. ഇതിന്റെ മധ്യത്തിൽ എബ്രായലേഖനം 1:14 വായിക്കുന്ന പോലെ ദൂതന്മാരെ അവൻ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിനാണ്? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കളാണ്. അവരൊക്കെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ട ദൂതന്മാരാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അങ്ങനെയുള്ള ദൂതന്മാരെ അയച്ചിരിക്കുന്നു. നമ്മൾ ഓർക്കും, ചില അപകടം വന്നപ്പോൾ എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു? സംശയിക്കേണ്ട, ദൈവദൂതന്മാരുടെ കരമുണ്ടായിരുന്നു. ചില അനർത്ഥങ്ങളും അപകടങ്ങളും നമ്മുടെ നേരെ വന്നു, എങ്ങനെ രക്ഷപ്പെട്ടു? അത്ഭുതമായി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. ആ അത്ഭുതത്തിന്റെ പുറകിൽ ഒരു കാര്യം തീർച്ചപ്പെടുത്തുക, അവിടെ ദൂതന്മാരുടെ ശുശ്രൂഷയുണ്ടായിരുന്നു. നാം അത് ദൈവജനത്തിൽ വായിക്കുന്നത് മാത്രമല്ല, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗം ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ ദൂതന്മാരുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഡാനിയേൽ ചാപ്റ്റർ 4, അവിടെയും
ഈ ദൂതന്മാരുടെ ഒരു കാര്യം നമുക്ക് ദൈവമോട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മള് അധികം വചനത്തിൽ കാണാത്ത മറ്റൊരു കാര്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തില് അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 13-ാം വാക്യത്തില്, എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരൊന്ന് നോക്കിയേ എങ്ങനെയാ അത് എഴുതിയിരിക്കുന്നത്. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദൂതൻ എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. എ വാച്ചർ, എ ഹോളി വൺ. എ വാച്ചർ, ദൂതനോട് കൊടുത്തിരിക്കുന്ന പദം എ വാച്ചർ, എ ഹോളി വൺ. ഒരു വാക്യം കൂടെ 23-ാം വാക്യം നോക്കിയേ. 23-ാം വാക്യത്തിലും ഇംഗ്ലീഷിൽ വായിച്ചോ, മലയാളത്തിൽ അവിടെ ഉണ്ട്, ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, എ വാച്ചർ, എ ഹോളി വൺ കമ്മിങ് ഔട്ട് ഓഫ് ഹെവൻ. ദൂതന്മാർ കടന്നു വരുന്ന കാര്യം പറയുക. അവിടെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എ വാച്ചർ, എ ഹോളി വൺ കമ്മിങ് ഔട്ട് ഓഫ് ഹെവൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനെ നോക്കി പറയുന്നതാണ് ഒരു വാച്ചർ. വാച്ചർ എന്ന് പറഞ്ഞാൽ എന്നാ? ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. എന്താ പറയുന്നത്? അതിന്റെ 17-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. 17-ാം വാക്യം, അതിന്റെ 17-ാം വാക്യം, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഇത് ദൂതന്മാരുടെ വിധിയാണ്. ദിസ് ഡിസിഷൻ ഈസ് ബൈ ദ ഡിഗ്രി ഓഫ് ദ വാച്ചേഴ്സ് ആൻഡ് ബൈ ദ സെന്റൻസ് ഓഫ് ദ വേർഡ് ഓഫ് ദ ഹോളി വൺസ്. ദിസ് ഡിഗ്രി ഏതാണ്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവായ നെബൂഖദ്നേസർ, അവൻ 7 വർഷം പുല്ല് നിന്ന് കാളയെ പോലെ ജീവിക്കണമെന്നുള്ളത്, ഇറ്റ് ഈസ് ദ ഡിസിഷൻ ബൈ ദ ഡിഗ്രി ഓഫ് ദ വാച്ചേഴ്സ്. ദൂതന്മാരുടെ അത് കൽപ്പനയാണ്, നിർണയമാണ്. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നെബൂഖദ്നേസറിനെ, അവന്റെ അഹങ്കാരം, അവന്റെ പൊങ്ക്, ദൈവസന്നിധിയിൽ അവൻ ഉയരുന്നത് ഈ ദൂതന്മാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂതന്മാർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് എ വാച്ചർ. അവര് ഇവന്റെ അഹങ്കാരം, നെബൂഖദ്നേസറിന്റെ അഹങ്കാരം കണ്ടപ്പോൾ അവര് തീരുമാനമെടുത്തു. ഒരു തീരുമാനം സ്വർഗീയ കോടതിയിൽ ദൂതന്മാരുടെ സംഘത്തിന്റെ മധ്യത്തിൽ ഒരു തീരുമാനമെടുത്തു. എ ഡിസിഷൻ ഈസ് ബൈ ദ ഡിഗ്രി ഓഫ് ദ വാച്ചേഴ്സ് ആൻഡ് ബൈ ദ സെന്റൻസ് ഓഫ് ദ വേർഡ് ഓഫ് ദ ഹോളി വൺസ്. ദൈവദൂതന്മാർ നിശ്ചയിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പല അനർത്ഥങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ നിന്നും മനസ്സിലാകുന്നുണ്ട്, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തിയുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പൈശാചികൻ അടുത്തു വന്നിട്ട് അവനെ ഭൂമിയുടെ മഹത്വവും പ്രതാപങ്ങളും കാണിച്ചിട്ട് അവനോട് ഇടപെട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ പൈശാചിക ശക്തിയും നമ്മെ കാവൽ ചെയ്യുന്ന ദൂതന്മാരുടെ ശക്തിയുമുണ്ട്. എന്നാൽ വളരെ വ്യക്തമായി ഓർത്തുകൊള്ളുക, ഈ ദൂതന്മാർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ തല മൂടി സഭായോഗങ്ങൾ ഇരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ദൂതന്മാർ നിമിത്തം സ്ത്രീകൾക്ക് തലമേൽ അധീനത ലക്ഷ്യമുണ്ടായിരിക്കണം. ബിക്കോസ് ഓഫ് ദ ഏഞ്ചൽസ് ഷീ നീഡ് എ കവറിംഗ് ഓവർ ദ ഹെഡ്. അവർ ദൈവസഭയെ വാച്ച് ചെയ്യുകയാണ്, വാച്ചേഴ്സ്. അവർ നോക്കുമ്പോൾ അവരുടെ തല മൂടിയിരിക്കണം. അവർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടവരാണ്, സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന ആ ദൈവിക മർമ്മം സഭയിൽ നോക്കി അവർ പഠിക്കുന്നു. വാച്ചേഴ്സ്, അവർ വാച്ച് ചെയ്യുന്നു. അതുപോലെ മത്തായി 18:10-11 വാക്യത്തില്, മാത്യു ചാപ്റ്റർ 18, മത്തായി 18:10-11 വാക്യത്തില്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ ഇത്? കർത്താവാ പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ ദൂതന്മാർ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ബസ് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ, കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായപ്പോൾ, ഈ അടുത്ത സമയത്ത് ഞാൻ കേൾക്കുകയുണ്ടായി, കൊച്ചു കുഞ്ഞുങ്ങള് ആ കുഞ്ഞ് ഈ വണ്ടിക്കകത്തുനിന്ന് തെറിച്ചോ എടുത്തോ മാറി അപ്പുറത്ത് സുരക്ഷിതമായി ഇരിക്കുന്നു. അതെങ്ങനെയാ? മറ്റുള്ളവരൊക്കെ അവിടെത്തിപ്പെട്ടപ്പോൾ ഈ കുഞ്ഞ് പ്രത്യേകാല് സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നതിന്റെ കാരണം ആ പിഞ്ചു കുഞ്ഞിനെ കാക്കുന്ന സൂക്ഷിക്കുന്ന ദൂതന്മാർ. ആ ദൂതന്മാർ പിതാവിന്റെ മുഖവും സ്വർഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്തൊരു ഭയങ്കരമാണല്ലേ! നമ്മെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആ സ്വർഗത്തിലും പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ദൂതന്മാർ. ഇവിടെ അഹങ്കാരവും ദൈവഭക്തിയുമില്ലാതെ മനുഷ്യൻ ജീവിക്കുമ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദൂതഗണങ്ങളുണ്ട്, വാച്ചേഴ്സ്, വിശുദ്ധ ദൂതന്മാർ. അവരെ ശ്രദ്ധിക്കുന്നു. അവർ പുച്ഛമടക്കി അവർ ദൈവസന്നിധിയിൽ വാസ്തവത്തിൽ ഭയത്തോടെ നിൽക്കുകയാണ്. ആ ദൈവത്തിന്റെ മഹത്വം അവർക്കറിയാം. ഞാൻ മുമ്പ് ഒരിക്കൽ ഓർപ്പിച്ചിട്ടുണ്ട്, തിരുവചനം നമ്മൾ പരിശോധിച്ചാൽ ഈ വചനത്തിൽ ഒരൊറ്റയിടത്തിൽ പോലും നമ്മൾ കാണുന്നില്ല ഒരു ദൂതൻ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതായിട്ട്. ഒരു ദൂതൻ പോലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഗബ്രിയേൽ, ദൂതന്മാരുടെ തലവൻ പറയുന്നതന്നെ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൂതന്മാർ അവന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ മടി കാണിക്കുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ വരുമ്പോൾ എത്ര ഭക്തിയുള്ളവരായിരിക്കണം. ഈ ദൂതന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നു. വളരെ വ്യക്തമായ ദൈവവചനത്തിൽ വായിക്കുന്നു, സ്ത്രീകളെ നോക്കുന്നു തലമൂടിയിരിക്കുന്നത്,
അവർ കുഞ്ഞുങ്ങളുടെ മുഖം കാണുന്നു. സഭ മുഖാന്തരം ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, വാഴ്ചകളും അധികാരങ്ങളും പഠിക്കുന്നു. അപ്പോൾ ഒരു കാര്യം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ തീർച്ചയാണ്, ദൂതന്മാർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മുടെ കാവൽ മാലാഖമാർ, പിതാവിന്റെ മുഖവും അവർ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് ദൂതന്മാർ എന്തെങ്കിലും അവിടെ ഒരു കൽപ്പന പുറപ്പെടുവാനായിട്ട് അഭിപ്രായം പറയുമോ? നെബൂഖദ്നേസറിനെ കുറിച്ച് പറഞ്ഞു, ഇറ്റ് ഈസ് ബൈ ദ ഡിഗ്രി ഓഫ് ദ വാച്ചേഴ്സ്. ഒരിക്കലും ദൈവസന്നിധിയിൽ ഒരു അലംഭാവത്തോടെ നാം വന്നിരിക്കരുത്. ആ ദൂതന്മാർ ഒരിക്കലും അവിടെ ഇരുന്നതായിട്ട് വചനത്തിൽ വായിച്ചിരുന്നില്ല. അവർ തങ്ങളുടെ മുഖം മറച്ചു. അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ പോലെയുള്ള വലിയ മാലാഖമാരാണ്. ഈ പാവപ്പെട്ട നമ്മളെ ഇത്ര ഉന്നത പദവിയിലേക്ക് വരുത്തിക്കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവസാനം പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഞാൻ ഇരിക്കുന്നിടത്ത് അവരെന്നോടുകൂടെ ഇരിക്കണം. അവൻ വരുമ്പോൾ തെസ്സലോനിക്കത്തിൽ വായിക്കുന്നു, ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. നമ്മുടെ പദവി വളരെയാണ്, നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ വലുതാണ്. നാം അതിന്റെ നന്ദിയുള്ളവരായിട്ടിരിക്കണം. നാം ചിന്തിക്കുന്നതിലുപരിയായി നമ്മുടെ പിറകിൽ ഒരു കാണാത്ത ലോകമുണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത്. നമ്മളെ ശ്രദ്ധിക്കുന്നു. നാം ആരാധനയ്ക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ വർത്തിക്കുന്നത് ഒക്കെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അത് സ്വർഗം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കൽപ്പന എപ്പോൾ ദൂതന്മാരിൽ നിന്ന് വരുമെന്ന് അറിഞ്ഞുകൂടും. വലിയവനായ നെബൂഖദ്നേസറിനെ അങ്ങനെ ശിക്ഷിച്ചെങ്കിൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. അതുപോലെ എത്രയോ സംഭവങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. എത്രയോ ന്യായവിധികൾ ദൈവസന്നിധിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബാലശിക്ഷകൾ കടന്നു വന്നിട്ടുണ്ട് വിശുദ്ധന്മാർക്ക്. അതെല്ലാം ശ്രദ്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, ദൈവം ക്ഷമ കാണിച്ച് അവസാന വചനത്തിൽ വായിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരമാണ്. ദൈവം ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ സഹായിപ്പാൻ നോക്കിയാൽ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, ഈ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അധികാരമുള്ള ജലാധിപതിയായ ദൂതൻ ഇത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീ നീതിമാനാണ്. ഞാൻ ഇരുന്നു കൊണ്ട് ഓർത്തു, ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ 9-ാം വാക്യത്തിലേക്ക് മനുഷ്യർ ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചു. ദൈവം ഈ ന്യായവിധികൾ നടത്തിയപ്പോൾ ദൈവത്തിന്റെ നാമത്തെ ലോകത്തിലുള്ളവർ ദുഷിക്കുമ്പോൾ സ്വർഗത്തിലുള്ളവര്, ദൂതന്മാര്, നീ നീതിമാനാണെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ വീഴുകയാണ്, അവനെ ആരാധിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദ വിഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ദ വിഷൻ ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ ദർശനവും ഭൂമിയുടെ ദർശനവും. ഭൂമിയിലുള്ള മനുഷ്യനെ ന്യായവിധിയൊക്കെ കടന്നു വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുമ്പോൾ സ്വർഗത്തിലുള്ളവർ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, നീ നീതിമാനാണ്. ഒരു കാര്യം മറക്കരുത്, നീതിമാനായ ദൈവം അവൻ യാതൊരു കാര്യവും അനീതിയായി ചെയ്യില്ല. തിരുവചനത്തിൽ വായിക്കുന്നു, ന്യായമായി വിധിക്കുന്നവൻ. കർത്താവായ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചപ്പോഴും ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കരുത്തലോട്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. ന്യായമായി വിധിക്കുന്നവൻ ഓരോരുത്തരുടെ നടപ്പിനും പ്രവൃത്തിക്കും അനുസരിച്ച് മാത്രം കൊടുക്കുന്ന ഒരു ദൈവം, നീതിമാനായ ദൈവം. ഭൂമിയിൽ അവനെ ദുഷിക്കുന്നു. ഈ ന്യായവിധികൾ നടക്കുമ്പോൾ ഭൂമിയിൽ അവനെ ദുഷിക്കുമ്പോൾ സ്വർഗം ആ കാഴ്ച കണ്ടു. ഈ ഭൂമിയിലെ ഈ ജലമൊക്കെ രക്തമാക്കി തീർത്തപ്പോൾ സ്വർഗം അത് കണ്ടിട്ട് അവർ പറയുന്നത്, നീ നീതിമാനാണ്, നീ ന്യായമായി ന്യായം വിധിച്ചു. അവർ വിശുദ്ധന്മാരുടെ രക്തം ഇവിടെ ചിന്തി, അതുകൊണ്ട് അവർക്ക് രക്തം കുടിക്കാൻ നീ കൊടുത്തത് ന്യായമാണ് എന്നവർ പറയുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടും ദൈവിക കാഴ്ചപ്പാട് ദൈവത്തിന്റെ കൺമുമ്പിൽ എങ്ങനെ ഇത് കാണുന്നു എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ കൺമുമ്പിൽ എങ്ങനെയാണ് ഇത്? ഈ സംഭവങ്ങൾ, ഈ കാഴ്ച, എന്റെ ജീവിതം, എന്റെ പ്രവൃത്തി, ഇതൊക്കെ ദൈവത്തിന്റെ കൺമുമ്പിൽ എങ്ങനെയാണ്? അല്ല, ദൈവം ചിലപ്പോൾ ഇടപെടുന്നു കർക്കശമായി. ദൈവത്തിന്റെ കൺമുമ്പിൽ അതെങ്ങനെയാണ്? അത് നീതിയായിട്ടുള്ള വചനത്തിൽ ഉടനീളം പറയുന്ന ഒരു കാര്യം ഇതാണ്, thou art righteous. പഴയ നിയമത്തിൽ ഞാൻ അനേക വാക്യങ്ങൾ കണ്ടു, thou art righteous, നീ നീതിമാനാണ്. 2 ദിനവൃത്താന്തം 12:6 യഹോവ നീതിമാനാകുന്നു. മിസ്രയീം രാജാവായ രെഹോബാവിന്റെ രാജ്യം ആക്രമിക്കുമ്പോൾ പറയുന്ന വാക്കാണ്, യഹോവേ നീ നീതിമാനാണ്. പുറപ്പാട് 9:27 യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. ഫറവോൻ മോശയുടെയും മറ്റും മുന്നിൽ അവിടെ ബാധകൾ ഉണ്ടായപ്പോൾ പറയുന്ന പദമാണ്. ഹൃദയം കഠിനപ്പെട്ടിട്ടും പിന്നെ പറയുന്നു, യഹോവ നീതിമാൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാരാണെന്ന് ഫറവോൻ പോലും പറഞ്ഞു. 145 സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ദ ലോർഡ് ഈസ് റൈച്ചസ് ഇൻ ഓൾ ഹിസ് വേസ് ആൻഡ് ഹോളി ഇൻ ഓൾ ഹിസ് വർക്ക്സ്. യഹോവ തന്റെ എല്ലാ വഴികളിലും നീതിമാനും തന്റെ സകല വഴിയിലും അവൻ വിശുദ്ധനുമാണ്. ഇന്ന് സന്ധ്യയിൽ നമുക്ക് ഓർക്കാനായിട്ടുള്ളത്, നമ്മുടെ ദൈവം നീതിമാനാണ്. 7-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, ജലാധിപതിയായ ദൂതൻ മാത്രമല്ല, 7-ാം വാക്യത്തിൽ ഔവണ്ണം യാഗപീഠം, അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. യാഗപീഠവും പറഞ്ഞു. യാഗപീഠം മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് നൽകപ്പെട്ട ഇടമാണ്. യാഗപീഠം ദൈവനീതിയുടെ പ്രതലമാണ്. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കാണുവാൻ
ദൈവം ഒരുക്കിയ പ്രതലമാണ് വാസ്തവത്തിൽ യാഗപീഠം. ആ നീതിയുടെ ആ നീതിക്ക് വേണ്ടി ഒരുപാട് യാഗങ്ങൾ അർപ്പിച്ച ചോര ചിന്തിയ യാഗപീഠവും പറയുന്നു, നീ നീതിമാനാണ്, നീ സത്യവാനാണ്, നീ നീതിയുള്ള ദൈവമാണ് എന്ന് പറയുകയാണ്. അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് 4-ാമത്തെ കലശം ഒഴിക്കുന്നത് 8-9 വാക്യത്തിൽ വായിക്കുന്നു. 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേലെ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടതുമില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചു, 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് 1/3 സൂര്യന്റെ പ്രകാശം, ചന്ദ്രന്റെ പ്രകാശം, സൂര്യന്റെ ശക്തി, ചന്ദ്രന്റെ ശക്തി കുറയുന്നതായിട്ട് വായിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 12. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആകാശത്തിന്റെ തട്ടുകൾ മാറും. അത് 6-ാം അധ്യായത്തിന്റെ 12 തൊട്ടുള്ള വാക്യത്തിലുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നു സൂര്യനിൽ തന്നെയാണ് ഈ കലശം ഒഴിക്കുന്നത്. നോക്കിയേ 8-ാം വാക്യം, ആ കലശം സൂര്യനിൽ ഒഴിച്ചു, സൂര്യനിൽ തന്നെ ഒഴിച്ചു. സൂര്യനിൽ ഒഴിച്ചപ്പോൾ എന്താ? അതിന്റെ താപം വർദ്ധിക്കാണ്. അത്യുഷ്ണത്താൽ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ടു സ്കോച്ച് മെൻ വിത്ത് ഫയർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചൂടുകൊണ്ട് പൊരിക്കുവാൻ എന്ന അർത്ഥം. മുട്ട പൊരിക്കുന്നതിന് പറഞ്ഞാൽ സ്കോച്ച് എഗ് നമ്മൾ പറയും. ടു സ്കോച്ച് മെൻ വിത്ത് എഗ്. അന്നത്തെ കഷ്ടതയൊന്ന് ആലോചിച്ച് നോക്കിയേ. ചൂട് കൂടിയാൽ വെള്ളം വളരെ കുടിക്കും. വെള്ളം കുടിക്കാൻ ചെന്നാൽ എന്തുവാ? രക്തമാണ്. വെള്ളം കുടിക്കാനില്ല. മനുഷ്യൻ അത്യുഷ്ണം കൊണ്ട്, അത്യുഷ്ണത്താൽ, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അത്യുഷ്ണത്താൽ അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിനധികാരം. ചുടുവാൻ, സ്കോച്ച് ചെയ്യുവാൻ. ടു സ്കോച്ച് മെൻ വിത്ത് ഫയർ, മനുഷ്യനെ ചുട്ടെടുക്കുന്ന കാര്യം. യെസ്, കർത്താവ് തന്നെ പറഞ്ഞു, ലൂക്കോസ് 21:25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലെ ലക്ഷ്യങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ, നമുക്ക് ചൂടുണ്ട്, ചൂടിന് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുവാനുള്ള ആഹാരം, ജലം ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ അന്ന് മനുഷ്യന്റെ അത്യുഷ്ണത്താൽ അവർക്ക് ഭയങ്കര ചൂട് സംഭവിക്കുമ്പോൾ കുടിക്കുവാൻ ജലം കൂടെയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച്. നരകത്തിന്റെ പ്രതീകം, നരകത്തിന്റെ ഒരു അനുഭവം ഇവിടുന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് വിടുന്നു അവരെ നരകത്തിലോട്ട്. ലാസർ ധനവാൻ അവിടെ കിടന്ന് പറയുന്നില്ലേ, ആ തീജ്വാലയിൽ കിടക്കുമ്പോൾ ലാസറിന്റെ വിരലിന്റെ അഗ്രം വെള്ളത്തിലൊന്ന് മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ പറയുമ്പോൾ നരകത്തിന്റെ അവസ്ഥയാണ്. ആ അവസ്ഥ ഇവിടെ വെച്ച് തന്നെ കൊടുക്കുകയാണ്. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. 5-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. 10-ാം വാക്യം, 19-ാം വാക്യം. 5-ാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടനിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വൃണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. നമ്മൾ ഫറവോന്റെ കാര്യം ചിന്തിച്ചാൽ ഇതുപോലെ ഇല്ലേ? ഫറവോനോട് ദൈവം പല ബാധകളും ന്യായവിധികളും നടത്തുമ്പോഴും ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തി അവൻ മാനസാന്തരപ്പെടുന്നില്ല, കഠിനപ്പെടുത്തുകയാണ്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഇവിടെ ആ 19-ാം വാക്യത്തിൽ പ്രത്യേകം നമ്മൾ കണ്ടു, മൃഗത്തിന്റെ, അതായത് അന്തിക്രിസ്തുവിന്റെ രാജ്യമാണ് ഇരുണ്ടുപോയത്. ലോകം മുഴുവൻ ഇരുണ്ടുപോയതായിട്ട് പറയുന്നില്ല. നമുക്കറിയാം അന്തിക്രിസ്തുവിന്റെ രാജ്യം നവോത്ഥാനം പ്രാപിച്ചു വരുന്ന റോമൻ സാമ്രാജ്യം. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. 13-ാം അധ്യായത്തിലൊക്കെ ചിന്തിച്ചു. നവോത്ഥാനം പ്രാപിക്കുന്ന റോമൻ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിലുള്ള രാജ്യങ്ങൾ മാത്രം ഇരുണ്ടുപോയി. ഇതുപോലെ സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്, ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം എടുത്ത്, പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം, പുറപ്പാട്, എക്സോഡസ് ചാപ്റ്റർ 10 വേഴ്സസ് 21 ഓൺവേർഡ്സ്. അപ്പോൾ യഹോവ മോശയോട്, മിസ്രൈം ദേശത്ത് സ്പർശിക്കത്തക്കവണ്ണം ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രൈം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തൻ തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ഇത് മനസ്സിൽ ഓർക്കാറുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചേ, 3 ദിവസം ഒരിടത്ത് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ വിവരം അറിയാം ആളുകൾക്ക്, ഇല്ലേ? നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഒന്ന് ഉദിച്ചിട്ടില്ലെങ്കിൽ അന്ന് മനുഷ്യനെ കടന്നു പിടിക്കുന്ന ഭയം എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. അത് ഇവിടെ വായിക്കുന്ന 3 ദിവസം കൂരിരുട്ട്. ഒരുത്തന് കാണാൻ വയ്യ. ഒരുത്തൻ വിളക്ക് കത്തിക്കാൻ പോലും എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇരുന്നിടത്തുനിന്ന് അവനെ എഴുന്നേറ്റിട്ടില്ല. ഇതും നരകത്തിന്റെ ഒരു പ്രതീകമാണ്. നരകം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നരകം തീ കത്തുന്നതാണ്. എന്നാൽ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുറത്തെ ഇരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. യൂദായുടെ ലേഖനം 13 വായിക്കുന്നു, വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ഇംഗ്ലീഷിൽ വായിച്ചാൽ വാണ്ടറിംഗ് സ്റ്റാർസ്, ഡാർക്ക്നെസ് റിസർവ്ഡ് ഫോർ എവർ. ആ 13-ാം വാക്യം ഒന്ന് വായിക്കാം. യൂദായുടെ ലേഖനം 13 നരകത്തിന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്.
യൂദായുടെ ലേഖനം 13 വാക്യം. ഇംഗ്ലീഷിൽ അത് വാണ്ടറിംഗ് സ്റ്റാർസ്, ഡാർക്ക്നെസ് റിസർവ്ഡ് ഫോർ എവർ ആൻഡ് എവർ. 13 വാക്യം. തങ്ങളുടെ നാണക്കേട് കൊണ്ട് നുരച്ചു തുള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഇംഗ്ലീഷിൽ അത് വാണ്ടറിംഗ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ആ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന്, ആ പന്താവിൽ നിന്ന് വിട്ടുപോയ നക്ഷത്രം. ആ നക്ഷത്രം ലക്ഷ്യമില്ലാതെ പിന്നെ ഇരുട്ടിൽ കൂടെ നടക്കുകയാണ്. വാണ്ടറിംഗ് സ്റ്റാർസ്, ഡാർക്ക്നെസ് റിസർവ്ഡ് ഫോർ എവർ. എന്നും ഇരുട്ട്. നരകത്തിന്റെ അവസ്ഥ അതാണ്. പുറത്ത് ഇരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മിസ്രയീമിൽ കൂരിരുട്ട് ബാധിച്ചപ്പോൾ അവരെ കടന്നു പിടിച്ച ഭയം നമുക്കറിയാം. ഇവിടെ നമ്മൾ വായിക്കുന്നു, അന്തിക്രിസ്തുവിന്റെ രാജ്യം ഇരുണ്ടുപോകും. അന്തിക്രിസ്തുവിന്റെ രാജ്യം ഇരുണ്ടുപോകും. യേശുക്രിസ്തു പറഞ്ഞു, സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങളുണ്ടാകും. സൂര്യൻ പ്രകാശം കൊടുക്കാതിരിക്കും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. വലിയ പ്രശ്നങ്ങൾ അന്ന് ഭൂമിയിൽ ഉണ്ടാകും. നരകത്തിന്റെ അനുഭവങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ ഈ ക്രോധ കലശങ്ങൾ ഒഴിക്കുമ്പോൾ. ഇതിന്റെ എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നുള്ളൊരു അനുഭവമാണ് നരകത്തിൽ പതിക്കുമ്പോഴുള്ള അനുഭവം. അപ്പോൾ അതിന്റെ ഫോർടേസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ടാണ് അവരെ അങ്ങോട്ട് വിടുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. 6ാമത്തെ കലശം ഒഴിക്കുന്നു. 12 വാക്യം. 6ാമത്തെ തന്റെ കലശം യൂഫ്രട്ടോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മകൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമുഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. 6ാമത്തവൻ കലശം ഒഴിച്ചപ്പോൾ യൂഫ്രട്ടോസ് എന്ന മഹാനദി, അവിടെ മഹാനദിയും തന്നെയാ പറയുന്നത്, 1780 മൈൽ നീളമുണ്ട് യൂഫ്രട്ടോസിന്. 1780 മൈൽ നീളം, 600 അടി തുടങ്ങി 1200 യാർഡ് വരെ അതിന്റെ വീതി, 10 അടി തൊട്ട് 30 അടി വരെ താഴ്ച. ആ നദി മഹാനദിയാണ്. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ അതിരായി പണ്ട് കണക്കാക്കിയത് ഈ യൂഫ്രട്ടോസ് നദിയാണ്. കിഴക്കുള്ളവർക്ക് യുദ്ധങ്ങൾ പണ്ട് നടന്നിട്ടുണ്ട്. യൂഫ്രട്ടോസിന്റെ അക്കരെ കിടന്ന് യുദ്ധം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കടക്കുവാൻ വയ്യാത്ത അത്ര വലിയ നദിയായിരുന്നു. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യതയുള്ള നദിയാണ്. ഇസ്രയേലിന്റെ വാഗ്ദത്തം ചെയ്ത പലസ്തീന്റെ കിഴക്കേ അതിരെന്ന് പറയുന്ന യൂഫ്രട്ടോസ്. ഉൽപ്പത്തി 15:18 അത് വായിക്കുന്നു. പുരാതന ലോകത്തിൽ കിഴക്കിന്റെ അതിർത്തി എന്ന് കരുതിയത് യൂഫ്രട്ടോസാണ്. ഈ യൂഫ്രട്ടോസ് ആണ് ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മേദ്യനായ ദാരിവേശന്റെ സൈന്യം ബാബേൽ പിടിക്കുവാനായിട്ട് ബെൽസസറിന്റെ വിരുന്ന് കഴിക്കുമ്പോൾ ഒരു നദിയെ ഡൈവേർട്ട് ചെയ്ത് വറ്റിച്ചത് ദാനിയേൽ 5-ൽ വായിക്കുന്നത് ഈ യൂഫ്രട്ടോസ് നദിയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ യൂഫ്രട്ടോസ് അന്ന് വശത്തുകൂടെ ഒഴുക്കി ദാരിവേശന്റെ സൈന്യം വറ്റിച്ച് അതിനകത്ത് കടന്നു. എന്നാൽ ഇവിടെ നോക്കുക, ദൈവം തന്നെ ഈ നദിയെ വറ്റിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാ? കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കുവാൻ. ഇന്ന് ലോകത്തിലെ സൈന്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ സൈന്യങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കുകയാണ്. കിഴക്ക് എന്ന് പറയുമ്പോൾ ചൈന, ഇന്ത്യ മുതലായ ഏഷ്യൻ രാജ്യങ്ങളാണ്. ഹർമുഗദോൻ യുദ്ധത്തിന്റെ അവസാന സമയത്ത് ഇവിടെ നിന്ന് വലിയൊരു സൈന്യം അവിടോട്ട് നീങ്ങുകയാണ്. വലിയൊരു ജനസംഖ്യ, വലിയൊരു സൈന്യം. നമ്മള് 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഏകദേശം 20 കോടി ജനങ്ങള് അവിടെ അണിനിരക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ സംഖ്യ ഉൽപ്പത്തി 9:13 തൊട്ടുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 20 കോടിയോളം. ഞാൻ ഇങ്ങനെ വായിച്ചു, 2-ാം ലോകമഹായുദ്ധത്ത് 2 പക്ഷത്തും കൂടെ യുദ്ധം ചെയ്തവർ ഏതാണ്ട് 5 കോടിയായിരുന്നു. ഇവിടെ കിഴക്കുന്ന് വന്ന സൈന്യങ്ങളും എല്ലാം കൂടെ കൂടുമ്പോൾ ഏതാണ്ട് 20 കോടി അവിടെ അണിനിരക്കാന്ന് പറയുമ്പോൾ ഇത്രയും സൈന്യത്തിനൊന്നും എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവർക്ക് നടന്നു വരാനായിട്ട് വഴിയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് ഹിമാലയത്തിന്റെ, പാകിസ്ഥാന്റെ ഭാഗത്തുള്ള ഹിമാലയത്തിന്റെ അവിടെ കാരകോറം ഹൈവേ എന്ന് പറഞ്ഞൊരു ഹൈവേ ഉണ്ടാക്കി. ആ ഹൈവേ വന്ന് ചേരുന്നത് ഈ വാസ്തവത്തിൽ ഇറാഖിന്റെ ഭാഗത്ത് വന്നാൽ യൂഫ്രട്ടോസ് നദി വറ്റിക്കൊടുത്താൽ അതിന്റെ ആ ബെഡിൽ കൂടെ തന്നെ മാർച്ച് ചെയ്ത് അവർക്ക് ഇസ്രയേലിൽ വന്ന് കയറാനായിട്ട് സാധിക്കും. ലോക സൈന്യങ്ങൾ അവിടെ കടന്നു വരുന്ന ചിത്രമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി പ്രത്യേകം, ഇവരെ ഇവിടെ കൂട്ടിവരുത്തുന്ന ഭൂതാത്മാക്കളാണ്. പൈശാചികന്റെ പ്രവൃത്തിയാണ്. 3 അശുദ്ധാത്മാക്കൾ മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും, മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് 13-ാം അധ്യായത്തിൽ വായിക്കുന്നു.
പഴയ നിയമത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 22 21 തൊട്ട് 22 വരെയുള്ള വാക്യത്തില് ആ വാക്യം നോക്കാം. 1 രാജാക്കന്മാർ. അവിടെയും ഈ ഭൂതാത്മാക്കൾ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ വഞ്ചിക്കുന്നത് നമുക്ക് പഴയ നിയമത്തിലൊരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 22 അധ്യായം, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 22. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 22 അതിന്റെ 22 അധ്യായത്തിലെ 6 വാക്യം നോക്കി. 6 വാക്യം: അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്, ഞാൻ ഗിലെയാദിൽ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്ത് വേണമെന്ന് ചോദിച്ചു. ഇനി നമുക്ക് 21-22 വാക്യം നോക്കാം. എന്നാറെ ഒരു ആത്മാവ് മുന്നോട്ട് വന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട അവന്റെ സകല പ്രവാചകന്മാരുടെ വായിൽ പോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. യെസ്, 400 പ്രവാചകന്മാരുടെ വായിൽ പോഷ്കിന്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ട് യുദ്ധത്തിന് കടന്നു പോകുവാനായിട്ടും അവൻ കൊല്ലപ്പെടുവാനായിട്ടും വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവൻ അറിയുന്നില്ല ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് അശുദ്ധാത്മാക്കളാണ്. നോക്കുക, പഴയ നിയമത്തിൽ അത് കാണുന്നു. 2 ദിനവൃത്താന്തം 18-20 തൊട്ട് 21 വരെയുള്ള വാക്യത്തിലും അത് വായിക്കുന്നു. അപ്പൊ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, യുദ്ധങ്ങൾ നടക്കുമ്പോൾ മനുഷ്യനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, കൊല്ലുവാൻ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് പൈശാചികന്റെ ആത്മാക്കളാണ്. ഈ അന്ത്യ യുദ്ധത്തിലും ഈ 3 വ്യക്തിത്വത്തിൽ നിന്നും, മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ടിട്ട് മനുഷ്യനെ പോഷ്ക്ക് വിശ്വസിപ്പാൻ ഇടയാക്കി തീർക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ 2:9 തൊട്ട് 12 വരെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് പോഷ്ക്ക് വിശ്വസിക്കുവാൻ ദൈവം അവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. പൈശാചികന്റെ വലിയ പ്രവർത്തനങ്ങൾ നടക്കും. മനുഷ്യനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യും. ലോകത്തിൽ അവർക്ക് സ്വാധീനത ചെലുത്താമെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊടുത്തുകൊണ്ട് അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ കൂട്ടിച്ചേർക്കുകയാണ്. അർമഗഡോൻ എന്ന് പറയുമ്പോൾ യെരുശലേമിന്റെ വടക്ക് 40 മൈല് മാറിയുള്ള സ്ഥലമാണ്. ഈ മെഗിദോ താഴ്വര വചനത്തിൽ വളരെ പ്രാധാന്യതയുണ്ട്. യോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ഒരു വലിയ താഴ്വരയാണ്. യെരുശലേമിന്റെ വടക്ക് 40 മൈൽ അപ്പുറത്തുള്ള ഒരു വലിയ താഴ്വരയാണ് ഈ താഴ്വര. വചനത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 4-5 അധ്യായത്തിൽ ദബോരക്കും ബാരയും കനാന്യരെ തോൽപ്പിച്ചത് ഈ മെഗിദോ താഴ്വരയിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7 അധ്യായത്തിൽ മിദ്യാന്യരെ ഗിദെയോൻ തോൽപ്പിക്കുന്നത് ഈ മെഗിദോ താഴ്വരയിലാണ്. 1 ശമൂവേൽ 31:8 ശൗല് ഫെലിസ്ത്യരാൽ കൊല്ലപ്പെടുന്നത് മെഗിദോ താഴ്വരയിൽ വെച്ചാണ്. 2 രാജാക്കന്മാർ 9:27 യഹസ്യ യേഹൂവിനാൽ കൊല്ലപ്പെടുന്നത് മെഗിദോ താഴ്വരയിലാണ്. 2 രാജാക്കന്മാർ 23:29 തൊട്ടുള്ള വാക്യത്തില് ജോഷ്യ മിസ്രയീമ്യരാൽ കൊല്ലപ്പെടുന്നത് മെഗിദോ താഴ്വരയിലാണ്. അപ്പോൾ പഴയ നിയമ ഭാഗങ്ങളിൽ ഒരുപാട് പ്രാവശ്യം മെഗിദോ താഴ്വര പ്രാധാന്യമർഹിക്കുന്നു. പല രാജാക്കന്മാർ കൊല്ലപ്പെട്ടു, പല സൈന്യങ്ങൾ യുദ്ധം നടന്നു. നെപ്പോളിയൻ മെഗിദോ താഴ്വര കണ്ടിട്ട് പറഞ്ഞു, ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് താൻ പറഞ്ഞെന്നറിയില്ല. ഒരുപക്ഷെ സൈന്യങ്ങൾ കണിനിരക്കുവാൻ പറ്റിയ ഒരു താഴ്വര ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഇവിടെ ലോക സൈന്യങ്ങൾ വന്ന് അണിനിരക്കും ഈ അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ സൈന്യങ്ങളെ കൊണ്ട് നിറയും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു 14 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ 200 മൈൽ നീളം, 1600 ഫർലോങ് നീളത്തിൽ രക്തം ഒഴുകുവാൻ ഉതകുന്ന വിധത്തിൽ സൈന്യങ്ങൾ വരും എന്ന് പറഞ്ഞാൽ പലസ്തീൻ മുഴുവൻ സൈന്യങ്ങളെ കൊണ്ട് നിറയും. സൈന്യങ്ങളെ കൊണ്ട് നിറയും. ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ട് 15 വാക്യം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയും. ഞാൻ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു ഇത് സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാണെന്ന്. സഭയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചു സഭ ഇവിടെ ഇല്ല. എന്നിട്ടും 22 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ സഭയ്ക്ക് വേണ്ടി നിങ്ങളോട് ഞാനിത് സാക്ഷീകരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. 22:16. അപ്പൊ പ്രവചന ഭാഗങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇവിടെ കള്ളനെ പോലെ വരുമെന്നുള്ളത് സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും ഈ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിലാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായമാണ്. 10 കന്യകമാരുടെ ഉപമയും 24 അധ്യായത്തിലെ ദാസന്മാരുള്ള ബന്ധത്തിലും കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ഉപമകൾ വാസ്തവത്തിൽ ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിലാണ്. 10 കന്യകമാർ ജാഗരിച്ചുണർന്നിരിക്കുന്നു. മണവാളൻ വരുന്നത് കാത്തിരിക്കുന്നു. ആ കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു അൺഅനൗൺസ്ഡ് ഡേയിലാണ്. യഹൂദ വിവാഹ പശ്ചാത്തലം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. വധുവിന്റെ വീട്ടിൽ മണവാളനും കടന്നു ചെന്നിട്ട് പിതാവിനോട് നെഗോസിയേഷൻ നടത്തി അവൾക്ക് വേണ്ടിയുള്ള പണം കൊടുത്തു.
ഒരു പാത്രത്തിലെ വീഞ്ഞിൽ ആ വരനും വധുവും കുടിക്കും. പക്ഷെങ്കിൽ അവരൊന്നിച്ചു പാർക്കത്തില്ല. മണവാളൻ അവളെ പിതാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോയി. തന്റെ പിതാവിന്റെ ഭവനത്തിന്റെ അടുക്കൽ താൻ മറ്റൊരു ഭവനം ഒരുക്കുകയാണ് അവളെ പാർപ്പിക്കാൻ. ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ അവളോട് പറയില്ല വരുന്നു എന്നുള്ളത്. അവൻ തന്റെ കൂട്ടുകാരോടൊത്ത് തന്റെ പിതാവിന്റെ ഭവനം വിട്ട് പുറപ്പെടുകയാണ്. അന്ന് ഉച്ചത്തിൽ കൂട്ടുകാരെ വിളിച്ചു പറയും അവൻ വരുന്നു എന്നുള്ളത്. അത് കേട്ടവർ ഉച്ചത്തിൽ വിളിച്ചു പറയും. മണവാളൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവളുടെ കാതുകളിൽ അത് കേൾക്കും. ആ തോഴിമാർ വന്ന് അവളെ ഒരുക്കി. ഈ മണവാളൻ വരുമ്പോൾ കാത്തിരിക്കുന്ന മണവാട്ടി അവനോടുകൂടെ വലിയ തീപ്പന്തങ്ങളും പ്രൊസഷനുമായിട്ട് മടങ്ങി അവന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവന്റെ വീട്ടിൽ ചെന്നാൽ ഖുപ്പ അല്ലെങ്കിൽ മണവറയിൽ അവളെ 7 ദിവസം ഒളിപ്പിക്കും. അവളെ ആർക്കും കാണിക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. വെയിലുകൊണ്ട് മൂടി ഖുപ്പയ്ക്കകത്ത് മണവറയിൽ അവളെ ഒളിപ്പിക്കും. അവരുടെ വിവാഹം അതിന്റെ ഉള്ളിൽ പൂർത്തീകരിക്കപ്പെടും. 7 ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 7 ദിവസം കഴിയുമ്പോൾ ഈ മണവാട്ടിയെ പുറത്തു കൊണ്ടുവന്ന് അവളെ മൂടിയിരിക്കുന്ന വെയിൽ മാറ്റി ആ മണവാളൻ കാണിച്ചു കൊടുക്കും. അഭിമാനത്തോടുകൂടെ അവന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കും. കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന വാക്യം നമ്മോടുള്ള ബന്ധത്തിൽ അനുവർത്ഥമായി തീരുകയാണ്. അന്ന് നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു, വിലപേശി അവന്റെ ചോരയായ വില കൊടുത്തു, നമ്മെ വിലയ്ക്ക് വാങ്ങി. ഒരു പാത്രത്തിൽ നിന്ന്, പാനപാത്രത്തിൽ നിന്ന് നാം കുടിക്കുമ്പോൾ ഞാൻ അവനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടവളാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഒരു വീടൊരുക്കുവാൻ അവൻ കടന്നുപോയി. ആ വീട് ഒരുക്കി കഴിയുമ്പോൾ അവൻ മടങ്ങി വരും. ഒരു അൺഅനൗൺസ്ഡ് ഡേറ്റ് അവൻ മടങ്ങി വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. 7 വർഷം കഴിയുമ്പോൾ വീണ്ടും അവൾ പാർത്ത വീട്ടിലോട്ട് വന്ന് ആ വെയിൽ മാറ്റി അവളെ കാണിക്കുന്ന പോലെ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നാം ഇന്ന് ആരാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ സ്ഥിതി എന്തെന്നുള്ളത് ലോകത്തിന് അറിയില്ല. നമ്മുടെ മഹത്വം അവർക്ക് അറിയില്ല. കർത്താവ് അത് കാണിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ആ വെയില് മാറ്റി അവളെ പ്രദർശിപ്പിക്കുന്ന പോലെ നമ്മെ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഇതാണ് ഞാൻ വിലയ്ക്ക് വാങ്ങിയ എന്റെ കാന്ത. അന്ന് നാം തേജസ്സിൽ വെളിപ്പെടും. ഒരു അൺഅനൗൺസ്ഡ് ഡേയിലാണ് നമ്മെ കരസ്ഥമാക്കി. ഈ വിവാഹ പശ്ചാത്തലമാണ് 10 കന്യമാരുടെ ഉപമയോടുള്ള ബന്ധത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് യഹൂദന്മാരാണ്. ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി കാത്തിരിപ്പാൻ, സൂക്ഷിപ്പാൻ, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിപ്പാനായിട്ട് അവിടെ ആവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നുണ്ടല്ലോ, തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഉടുപ്പ് സൂക്ഷിക്കണം. ഇതിനൊരു യഹൂദ പശ്ചാത്തലമുണ്ടെന്ന് ചില ദൈവദാസന്മാർ ചൂണ്ടിക്കാണിച്ച് ഞാൻ വായിച്ചു. അവരിങ്ങനെ പറയുന്നു, യഹൂദ ദേവാലയത്തിൽ ഗാർഡ്സും, കാവൽക്കാരുണ്ട്, വാതിൽ കാവൽക്കാർ. രാത്രി സമയത്ത് 24 മണിക്കൂറും കാവൽക്കാരുണ്ട്. രാത്രി സമയത്തും മറ്റും ആ കാവൽക്കാർ ചിലപ്പോൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് അവരുടെ വസ്ത്രത്തിന് തീ കൊടുക്കും. കാവൽക്കാരന്റെ തുണിക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ അവൻ നഗ്നനായി പോകും. അവൻ നഗ്നനായി പോകാതിരിക്കണമെങ്കിൽ അവൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചിരിക്കണം, അവൻ ഉണർന്നിരിക്കണം. ആ പശ്ചാത്തലമാണ് യഹൂദ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വാച്ച്ഫുൾനെസ്, ജാഗരൂകരായിരിക്കുക. കർത്താവ് നമ്മോടും പറഞ്ഞു ഉണർന്നിരിക്കുക. യഹൂദനോടുള്ള ബന്ധത്തിലും നാം പോയ ശേഷം അവൻ മടങ്ങി വരുന്നത് ആ ഒരുക്കപ്പെട്ട യഹൂദന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. 10 കന്യകമാരിൽ 5 പേര് ബുദ്ധിയുള്ളവര് അവനോടൊത്ത് അവിടോട്ട് പ്രവേശിക്കുകയാണ്. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യാം. അവൻ നമ്മളെ സ്വീകരിപ്പാനായിട്ട് മടങ്ങി വരും. നമ്മെ വില പറഞ്ഞ്, വിലവേശി, വില കൊടുത്ത് മേടിച്ച് അവന് വേണ്ടി നമ്മെ സാങ്ക്ടിഫൈ ചെയ്ത് ഈ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. ബാക്കി ഭാഗം കൂടെ പെട്ടെന്നൊന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും താതവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യനുണ്ടായത് മുതൽ അതുവരെ ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദൈവം ഓടിപ്പോയി. മലകൾ കാണുവാനില്ലാതെയായി. താലന്തോളം കനമുള്ള കല്ലായ വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. അവസാനത്തെ 7-ാമത്തെ കലശം ഒഴിക്കുകയാണ്. 7-ാമത്തെ കലശം ആകാശത്തൊഴിച്ചപ്പോൾ ഇറ്റ് ഈസ് ഡൺ, തീർന്നു, സംഭവിച്ചു തീർന്നു എന്ന് പറയുമ്പോൾ വലിയ ഭൂകമ്പം, ഈ പ്രപഞ്ചം മുഴുവൻ കുലുങ്ങുന്ന ഒരു സന്ദർഭം നമ്മളിവിടെ വായിക്കുന്നു. അന്ന് ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. എല്ലാ പട്ടണങ്ങളും, പാരീസ്, ലണ്ടന്, ന്യൂയോർക്ക്, ബോംബെ എന്ന് വേണ്ട കൊച്ചി പട്ടണം എല്ലാം വീണുപോകും. ജാതികളുടെ സകല പട്ടണങ്ങളും വീണുപോകും. ദ്വീപുകൾ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. മലകൾ കാണാൻ ഇല്ലാതെ വരും.
യെരമ്യാവ് രേഖപ്പെടുത്തി, മലകൾ 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, മലകൾ വിറയ്ക്കുന്ന ഞാൻ കണ്ടു, കിളികൾ പറന്നുപോയി, മനുഷ്യനെ കാണുവാനില്ല. ഭയാനകമായ ഒരു ദിവസം. അന്ന് ബാബിലോണെ ദൈവം ഓർക്കും. അവളെ ന്യായം വിധിക്കുന്നതാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആകാശത്തുനിന്ന് താലന്തോളം കനമുള്ള കല്ല് ഭൂമിയിൽ വീഴും. ഒരു താലന്ത് ഏകദേശം 100 റാത്തലാണ്. 100 റാത്തലുള്ള കല്ലുകൾ വീഴുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിയേ. ആകാശത്ത് നിന്ന് മീറ്റോസ്, ആസ്ട്രോയിഡ്സ് ഒക്കെ ഭൂമിയിൽ വീഴും. അതിന്റെ കാരണങ്ങൾ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ആകാശം ഒരു ചുരുൾ പോലെ ദൈവം ചുരുട്ടും. ഇന്ന് ഭൂമിയിൽ ഈ ഉൽക്കകളൊന്നും പതിക്കാതിരിക്കുന്നതിന്റെ കാരണം ഈ ഭൂമിയെ ദൈവം ആ വിധത്തിൽ ക്രമീകരിച്ചുകൊണ്ടാണ്. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അറ്റ്മോസ്ഫിയർ 1600 കിലോമീറ്റർ ഘനമുള്ള എയർ സ്പേസ് നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. കല്ലുകൾ ഏകദേശം 2,20 മില്യൺ ഉൽക്കകൾ, മീറ്റോസ് ആകാശത്തിന് ഈ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ എയറിനുള്ള ബന്ധത്തിൽ അത് ഉരസിയിട്ട് കത്തിപ്പോവുകയാണ്. എന്നാൽ പീഡന കാലഘട്ടത്തിൽ ഭൂമിയെ ദൈവം സ്ഥാനത്ത് നിൽക്കുകയും ആകാശത്തിന്റെ തട്ടുകളെ ദൈവം ചുരുട്ടി മാറ്റുകയും ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, താലന്തോളം ഘനമുള്ള കല്ലുകൾ, 100 റാത്തലുള്ള കല്ലുകൾ ഭൂമിയിൽ വീഴാൻ പോവുകയാണ്. ഇയ്യോബും അത് പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 38:22 തൊട്ട് 21 വാക്യത്തിൽ ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്, നീ കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? അത് പേരും പെരുമയുമുള്ള യുദ്ധ ദിവസത്തിനായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആകാശത്തിൽ കല്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഹിമത്തിന്റെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഇന്ന് രാത്രിയില് നമുക്ക് ലഭിച്ച കൃപയുടെ മഹത്വം, നമ്മളെ കരുതുന്ന കരുതലിന്റെ വലുപ്പം നമുക്ക് ഓർക്കാം. ദൂതന്മാരാൽ കാവൽ ചെയ്യുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു, നമുക്ക് എത്രയോ ഉന്നത സ്ഥാനം തന്നിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുന്ന ദൈവം, നമ്മളോട് ഇടപെടുന്നതും നീതിയിലും ന്യായത്തിലും മാത്രം അവൻ നീതിമാനായ ദൈവമാണ്. ഓരോരുത്തരുടെ നടപ്പിനും പ്രവൃത്തിക്കും അനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം. സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ അവൻ ഇത്ര കഠോരമായ ന്യായവിധി നടത്തുമ്പോഴും അത് നീതിയും ന്യായമുള്ള വിധിയാണെന്ന് സ്വർഗം പറയുമ്പോൾ, ഭൂമിയിലെ മനുഷ്യൻ അവനെ ദുഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവം നീതിയോടെ ന്യായം വിധിക്കുകയാണ്. ദൈവമില്ലാത്ത ഒരു ലോകം എത്ര ഭയങ്കരമായിരിക്കും. നരകത്തിന്റെ അനുഭവങ്ങൾ എത്ര വലുതായിരിക്കും. നമുക്ക് നൽകിയ രക്ഷയും എത്ര വലുതാണ്. നമുക്ക് അവനെ സ്തുതിക്കാം, സ്നേഹിക്കാം, കുറച്ചുകൂടെ നമ്മെ സമർപ്പിക്കാം. അവന്റെ മഹത്വത്തിനായി എല്ലാം തീരട്ടെ. ആമേൻ.